മരണം വരുമൊരുനാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികൾ. മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ നമ്മളെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് നല്ല പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാകൂ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ വരികൾ വിരലിച്ചുകൊണ്ട്. ഡൽഹി എയർപോർട്ടിലാണ് മരണം. അത് യാഥാർത്ഥ്യവും എന്നാൽ അപ്രതീക്ഷിതവുമാണ്. മരണ സംസ്കാര ചടങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഈ ചിന്തകൾ മനസ്സിലോട്ട് വന്നപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ ഒന്ന് കണ്ണോടിക്കുവാനായിട്ട് ചിന്തിച്ചപ്പോൾ കണ്ടത് യാക്കോബ് ശ്ലീഹായുടെ ഉപദേശമാണ്. പാവപ്പെട്ടവരെ നിങ്ങൾ അവഗണിക്കരുത് എന്നുള്ള ഒരു സന്ദേശം. ലൂക്കായുടെ സുവിശേഷ 16-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ ധനവാന്റെയും ലാസറിൻ്റെയും കഥയാണ് ഇന്ന് നമുക്ക് പറഞ്ഞു തരിക. പാവപ്പെട്ടവന് അവഗണിച്ച ധനവാന് ലഭിക്കുന്ന നരകശിക്ഷയും ലാസറിന് ലഭിച്ച സ്വർഗവും മരണം അത് വളരെ അവിചാരിതവും. എന്നാൽ നമുക്ക് നാം എത്ര കാലം ജീവിച്ചു, എന്ത് സമ്പാദിച്ചു, എത്ര മേന്മയുണ്ടാക്കി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എത്ര നന്മ ചെയ്തു, നന്മ പ്രവൃത്തികൾ ചെയ്തു എന്നത് നമ്മുടെ ഒരു അളവുകോലാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. മനുഷ്യൻ്റെ നിസ്സാരതയും, എന്നാൽ നിസ്സാരമായ മനുഷ്യനെ ദൈവം എത്രമാത്രം കരുതുന്നു എന്നുള്ളതും സങ്കീർത്തകൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്താണ് ദൈവമേ, നീ അവനെ മാലാഖമാരിൽ നിന്ന് അല്പം മാത്രം ചെറുതാക്കി. അത്രമാത്രം മഹത്വവും ബഹുമാനവും എല്ലാം നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഴ്സണലായ, നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരെ നമുക്കായിട്ട് ദൈവം തന്നിട്ടുള്ള ആളുകളെ സ്നേഹിക്കുക, അവരെ കരുതുക, അവർക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പാദ്യവും എല്ലാം ചെലവഴിക്കുകയും അവരോടൊപ്പമായിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുതന്നെയാണ് ലാസറിൻ്റെ ഉപമയിലൂടെ, അല്ലെങ്കിൽ ധനവാന്റെ ലാസറിൻ്റെ ഉപമയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. അപ്പം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതല്ല എന്നും നമുക്ക് എന്തുമാത്രം മേന്മകളുണ്ടെങ്കിലും ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് ഒരു മേന്മയും നേടാനാവില്ലെന്നും ഈ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകുക, മറ്റുള്ളവർക്ക് നന്മകൾ നൽകുവാൻ വേണ്ട കൃപ നമുക്ക് ഈ നോമ്പ് കാലത്ത് നേടിയെടുക്കാം. ദൈവം ധാരാളമായി കൃപകൾ നമ്മിലേക്ക് വർഷിക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിന്, മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അവയെ ശേഖരിക്കുവാനും വിനിയോഗിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പട്ടെടുത്ത് മട്ടുപ്പാവില്ലാത്തതുകൊണ്ട്, പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയതുകൊണ്ട്, കോടികളുടെ വെടിവെച്ചതായി കറങ്ങിയതുകൊണ്ട്, ശതകോടി ജനപ്പെട്ട ആഘോഷങ്ങൾ നടത്തിയതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല എന്ന് ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് വീമ്പടിക്കുന്നവർക്ക് മരണശേഷം അബ്രാഹത്തിന് പോലും ഒന്നും ചെയ്യാനാവുകയില്ലായിരുന്നു. ലാസറിൻ്റെയും ധനവാന്റെയും കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യേണ്ടതിനകത്ത് ചെയ്യാതെ അബ്രാഹത്തിന് പോലും നമ്മെ സഹായിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി